ഈശോ നമുക്ക് നൽകിയ വലിയൊരു പ്രോമിസാണ്. ഞാൻ നിങ്ങളോടൊപ്പം യുഗാന്ത്യത്തോളം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഈശോ തന്നെ നൽകുന്ന ആ ഒരു വചനത്തിന് ഉറപ്പുണ്ട്. ആ ഉറപ്പിൽ നമ്മൾ ആഹ്ലാദിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രഭാഷകൻ 51:29 ഞാൻ ഇന്ന് ആ ഒരു വചനം ഇന്നെ ഒത്തിരി അത് വായിക്കുന്ന സമയത്ത് എന്നെ സ്പർശിച്ചു. കർത്താവിൻ്റെ കരുണയിൽ നിങ്ങൾ ആഹ്ലാദിക്കട്ടെ. കർത്താവിൻ്റെ കരുണയിൽ നിന്റെ കൂടെ നിൽക്കുന്ന, നിനക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ആഹ്ലാദിക്കുക. ഞാൻ പോളണ്ടിൽ ഈ ക്രാക്കോയിൽ വന്നപ്പോൾ എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത്, ഞാൻ ഇവിടുത്തെ പള്ളികളിലൊക്കെ കയറുമ്പോൾ പള്ളി നിറച്ച ആൾക്കാരുണ്ട്. മാത്രമല്ല പലരും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നത്, അതായത് ആ ഒരു അവർ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് കർത്താവുമായിട്ട്. ഞാൻ നിൽക്കുന്ന ക്രാക്കോയിലെ മെയിൻ ഓൾഡ് ടൗൺ സ്ക്വയർ, യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ടൗൺ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ദിവികാരുണ്യ ചാപ്പൽ ഈ സ്ക്വയറിനകത്ത് തന്നെയുണ്ട്. ആ പള്ളിക്കകത്ത് നിറച്ച ആൾക്കാരാണ്. അതിന് തൊട്ടുപുറകിൽ വേറൊരു പള്ളിയുണ്ട്, കത്തീഡ്രൽ പള്ളിയുണ്ട്. അതിനകത്ത് അത് മ്യൂസിയം പോലെ ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ വന്നു പോയിരുന്നു. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണുവാൻ എനിക്ക് സാധിച്ചു. നമ്മൾ ഈശോയുടെ സന്നിധി പ്രാർത്ഥിക്കുന്ന സമയത്ത്, വചനം കേൾക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കരുണ നമ്മൾ നിറയപ്പെടുകയാണ്. ആ കരുണയിൽ നമ്മൾ ആഹ്ലാദിക്കണം. ഹല്ലേലൂയ. ഈശോയെ ആരാധന. യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയുടെയൊക്കെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താ? എളിമയോടെ കർത്താവിൻ്റെ കരുണയിൽ മാർപ്പാപ്പ ആഹ്ലാദിച്ചു. യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയെ ജനിച്ചു വളർന്ന ക്രാക്കോവിൽ വാഡോവൈസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ അപ്പുറമാണ്. എന്നാൽ വിശുദ്ധ ഫൗസ്റ്റിന അടക്കം ഇവരെല്ലാം ഈ ഒരു പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പം ഇന്ന് ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ ജപമാലകളൊക്കെ ചെല്ലാം. നമുക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മളോടൊപ്പമുള്ള, അതായത് പൗലോസിനെ പഠിപ്പിക്കുന്ന ക്രിസ്തുവാകുന്ന ശിരസ്സുമായിട്ട് അഗാധ ബന്ധത്തിലാണ് ശരീരമാകുന്ന സഭ. ആ സഭയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. മാമോദീസായിലൂടെ, സ്നാനത്തിലൂടെ, ബാപ്റ്റിസത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറി. ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ നമ്മളുടെ കൂടെ കർത്താവുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. ധൈര്യമായി പ്രാർത്ഥിക്കാം, മുൻപോട്ട് പോകാം. വിശുദ്ധ ഫൗസ്റ്റിനായെ പോലെ പ്രതികൂല സാഹചര്യത്തിന് നടുവിലായിരുന്നു അന്ന് പോളണ്ടൊക്കെ. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ വലിയ വാഴ്ചയ്ക്ക് നടുവിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ ഉള്ള സമയത്ത് വിശുദ്ധ ഫൗസ്റ്റിന കർത്താവിനോട് ചേർന്ന് കർത്താവ് നൽകിയ പ്രാർത്ഥന, കർത്താവിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തെ നുകർന്നുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചെല്ലുവാൻ വേണ്ടി തുടങ്ങി. ആരും സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങി. ദൈവം അതിനെല്ലാം മാറ്റിമറിച്ചു. ഇന്ന് പോളണ്ടിൽ വലിയൊരു റിവൈവൽ നടക്കുകയാണ്. ദിവ്യകാരുണ്യത്തിന് വലിയ അഭിഷേകം നിറയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് വലിയ കരുണ, ആ കരുണയിൽ നമുക്ക് ആഹ്ലാദിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനെ പ്രകീർത്തിക്കുന്നതിൽ നമുക്ക് ലജ്ജിതരാകാതിരിക്കാം. കർത്താവിനെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മൾ കർത്താവിനെ പങ്കുവയ്ക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും. പ്രപഞ്ചം മുഴുവൻ നിറയപ്പെടും. നമ്മളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.